നമുക്ക് ഇപ്പോഴും ആൾക്കാർക്ക് ഈ സറണ്ടർ എന്നാന്ന് അറിയാൻ പാടില്ല. സറണ്ടർ ഇത് പേർക്ക് സംശയം എങ്ങനെയാ ഇതൊക്കെ പെടുന്നത്, ഇത് എന്നാന്ന് തന്നെ അറിയാൻ പാടില്ല. ഈ മനസ്സിലുള്ള വികാരങ്ങളും ഇമോഷൻസും എന്താന്ന് തന്നെ അറിയാൻ പാടില്ല, എന്താണ് അതിന്റെ റീസൺ എന്നറിയാൻ പാടില്ല. ഇപ്പോഴും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ട്, പക്ഷെ എന്താണ് എന്നാണ് അതുപോലും അറിയാൻ പാടില്ല. അതെങ്ങനെ ഉണ്ടാകുന്നു, അതിനകത്തൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പോലും അറിയാത്ത ചില വികാരങ്ങൾ ചില സമയത്ത് നമ്മളെ വേട്ടയാണ്. എന്നാന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്താണ് ഇതിന്റെ കാരണം? എത്രയൊക്കെ അന്വേഷിച്ചാലും ചിലപ്പോൾ കിട്ടൂല. മനുഷ്യന്റെ എല്ലാ സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും വിഷമങ്ങളുടെയും ഒക്കെ പിന്നില് ചിന്തകളും വികാരങ്ങളുമാണ്. അതില്ലെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കണ്ട. അതുകൊണ്ടാണ് ചിലര് ദൈവത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് അവരിങ്ങനെ ഇങ്ങനെ ഔട്ടായി പോകും. സാധാരണ കണ്ടീഷനിൽ നിന്ന് ഔട്ടായി അങ്ങ് പോകും. അപ്പൊ പിന്നെ അവർക്ക് വേറെ ചിന്തയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോ, നമുക്ക് കുടുംബമായിട്ട് ജീവിക്കുമ്പോ, നമ്മള് ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോ, നമ്മള് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുമ്പോ, നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കും. ഇതെല്ലാം ത്യജിച്ച് ദൈവത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരാണ് ചിലരിങ്ങനെ ഇങ്ങനെ ഫുള്ള് ബോധമൊക്കെ മറിഞ്ഞ് അങ്ങ് പോയിക്കളയും. നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. ഈക്വലി ബാലൻസ്ഡ് ആണ് നമ്മുടെ ലൈഫ്, സ്പിരിച്വലി ആൻഡ് ഭൗതികമായിട്ടും സ്പിരിച്വലായിട്ടും അല്ലെ, ഈക്വലി ബാലൻസ്ഡ് ആണ്. ഈക്വലി ബാലൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് എന്താണ് നമ്മളെ തടയുന്നത്? എന്താണ് നമ്മളെ തടയുന്നത്? വളരെ പതുക്കെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. എന്താ അൻമോൾ മാഡം നിങ്ങളുടെ ലൈഫിന്റെ വില പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വളരെ വിലപ്പെട്ടതാണ് ഈ കാര്യവും. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ചിലപ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. അതിലേക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വെളിച്ചം നൽകുകയാണ്. എന്താണ് നമ്മളെ ചിലപ്പോൾ മതിക്കുന്ന വികാരങ്ങൾ എന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ആദ്യം കാരണങ്ങൾ ഉള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഗുഡ് മോർണിംഗ്. കാരണങ്ങൾ ഉള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ചിലരുണ്ടാവും ചെറുപ്പത്തില് ഒന്നും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്തുനിന്നോ ഒക്കെ മുറിവേറ്റ ആളുകൾ. എന്തെങ്കിലും വളരെ ചെറിയൊരു കാരണം മതിയാവും. ചിലപ്പോൾ ഒരു വീട്ടില് 5 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 4 കുട്ടികളുണ്ട്. അതില് ഒരു കുട്ടിയോട് ഏതെങ്കിലും ഒരു സമയത്ത് കാണിച്ച ഒരു എന്തെങ്കിലും ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ചെറിയൊരു വിവേചനം ആയിരിക്കും ചിലപ്പോ ഈ മനസ്സിൽ കയറി കൊണ്ടിട്ടുണ്ടാവുക. ചിലപ്പോ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളാവാം ഈ സോളിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവരുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? ഞാൻ എപ്പോഴും ചെറുത്ത് നിൽക്കേണ്ട ഒരാളാണ്, ഞാൻ കീഴടങ്ങാൻ പാടില്ല. കാരണം ഏറ്റവും വിശ്വസിക്കേണ്ട, ഏറ്റവും നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മളെ ചേർത്ത് പിടിക്കേണ്ട മാതാപിതാക്കള് അവരുടെ ഭാഗത്തുനിന്ന് അപ്പൊ അത്രയും നമ്മൾ സംരക്ഷിക്കേണ്ടവരുടെ അടുത്തുനിന്ന് ഒരു വേദന, അത് ഭയങ്കര ആഴത്തിലുള്ള ഒരു വിശ്വാസമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഇത് കിട്ടിയാൽ മതി, ചെറുത്. ചിലപ്പോ അവര് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല, മാതാപിതാക്കൾ ഒരിക്കലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല മക്കളോട് വിവേചനം കാണിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു മുറിവ് വീഴാം. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നമ്മൾ ബുദ്ധിമുട്ടി വേറൊരാളുമായിട്ട് വഴക്കുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ തല്ലുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആ സോളിന്റെ ഉള്ളിൽ ഒരു മുറിവുണ്ടാകുക, അതൊരു വിഷമമായിട്ട് ഇങ്ങനെ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു മാതാപിതാക്കൾ, അതൊരു വിഷമമായിട്ട് നമുക്ക് ഉള്ളിൽ കിടക്കും. അപ്പൊ നമ്മൾ ഇതിനെ അടിച്ചമർത്തി നമ്മുടെ മനസ്സിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും? മറുവശത്ത് ഒരു സാധനം ബൾജ് ചെയ്ത് പുറത്തിട്ട് വരും. അതാണ് മെന്റൽ പ്രശ്നം. ഇങ്ങനെയുള്ള ആളുകൾ, അതാണ് മെന്റൽ സ്ട്രെസ്. നമ്മൾ ഒന്നിനെ അടിച്ചമർത്തി, ആ വിഷമത്തെ നമ്മൾ അടിച്ചമർത്തി അങ്ങ് വെക്കുമ്പോ ഒരു സൈഡിൽ നിന്ന് വേറെ സാധനം പൊങ്ങിങ് വരും. അവിടെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പൈശാചിക ശക്തികൾക്ക് കഴിയുന്നത്, അല്ലെങ്കിൽ സൂക്ഷ്മ ശക്തികൾക്ക്. നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും. അന്നേരമാണ് നമുക്ക് ആങ്സൈറ്റി, സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ ഇതൊക്കെ വന്നത്. ഒരു കാരണം ഞാൻ ഈ ഓരോ കാരണങ്ങൾ പറഞ്ഞുതരാം. എന്നാ സമയം 6:10 ആയിട്ടുള്ളൂ. നമുക്ക് ഞാൻ പോയിന്റ് കൂടെ ഉണ്ട്. വളരെ ശ്രദ്ധിച്ചിരിക്കുക, ഉള്ള ആള് വളരെ ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെയാണ് ഇത് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു ദുഃഖം മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുള്ള ഒരു മുറിവാണ് എന്നുണ്ടെങ്കിൽ, ബന്ധുക്കളുടെ ഭാഗത്ത് ഒരു വീട്ടിൽ ചെന്ന് ഒരു ഫുഡ് നമുക്ക് നൽകിയില്ല, ഒരു ഫുഡ് അവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതുപോലെ ഒരു മുറിവായി നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. നമ്മളത് വിട്ടിട്ടുണ്ടാവും, അതൊക്കെ ഞാൻ വിട്ടു എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഉള്ളിലുള്ള ആ ഒരു സോളിനെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആത്മാവിന്റെ യഥാർത്ഥ പവറിലേക്ക് വരാൻ കഴിയാതെ ഇപ്പോഴും അതൊരു തടസ്സമായി നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഇത് വിടുക എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ ലാസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം, എങ്ങനെയാണ് ഇതെല്ലാം സറണ്ടർ ചെയ്യേണ്ടത് എന്ന് പറയാം. ജീവിതത്തിലെ അബ്യൂസുകൾ നേരിട്ടപ്പെട്ട ആളുകളുണ്ട്. അബ്യൂസുകൾ സ്വയം തെറ്റ് ചെയ്തവരുണ്ട്, സ്വയം ബുദ്ധിമുട്ട് ആരെങ്കിലും ഭാഗത്തു നിന്നൊക്കെ ചെറുപ്പത്തിൽ ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ. പിന്നെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് അവർ പലപ്പോഴും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവും ആരെങ്കിലും ഭാഗത്തു നിന്നൊക്കെ. പല രീതിയിൽ സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടൊക്കെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയും അതും നമ്മുടെ ഉള്ളില്
ഒരു മുറിവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ മുറിവും നമ്മൾ ഹീൽ ചെയ്യേണ്ടതാണ്. ആ മുറിവും നമ്മൾ ഉണക്കണം. അതെല്ലാം നമ്മൾ തന്നെയാണ് ഉണക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ തേക്കപ്പെട്ടു, നമ്മൾ ആകെ ബുദ്ധിമുട്ടായി, അത് ആണിനും പെണ്ണിനും ഒക്കെ ഇത് ബാധകമാണ്. പലരും വഞ്ചിക്കപ്പെടാം, പലരും നമുക്ക് ദുരുപയോഗം ചെയ്യപ്പെട്ടവരുണ്ടാവാം. ഇവരൊക്കെ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ എന്റെ ശരീരത്തിൽ പോലും എനിക്ക് സുരക്ഷിതത്വം തോന്നുന്നില്ല എന്നാണ് ആ സോളിന്. പിന്നെ എങ്ങനെ എനിക്ക് ഒരു സറണ്ടർ ചെയ്യാൻ പറ്റും? എന്റെ ശരീരത്തിൽ പോലും സുരക്ഷ, അത് മനസ്സിന്റെ ഉള്ളിൽ എത്ര കാലം കഴിഞ്ഞാലും അതിങ്ങനെ കിടക്കുവാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടങ്ങുക എന്നല്ല. നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലഘട്ടവുമായി യുദ്ധത്തിനില്ലാത്ത പവിത്രമായ ഒരു ഇടം കണ്ടെത്തുക എന്നുള്ളതാണ്. പവിത്രമായ ഒരു ഇടം കണ്ടെത്തുക. കഴിഞ്ഞു പോയത് എന്തുമാകട്ടെ, എന്തും അത് സംഭവിച്ചു, അതെല്ലാം എന്റെ കൈകളിലല്ല, അതിന്റെ കാര്യങ്ങളല്ല എന്നും മനസ്സിലാക്കി നമ്മളത് കളയാണ്. എന്റെ കൈകളിൽ വച്ചിരിക്കുന്ന ഭാരം ഞാനൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ആ ഭാരം ഒന്നും നിങ്ങൾ പരിഹരിക്കേണ്ടതല്ല, അത് സൃഷ്ടാവ് പരിഹരിക്കേണ്ടതാണ്. ഈശ്വരൻ, ദൈവം, അള്ളാഹു. ആ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ പരിഹരിക്കേണ്ടതല്ല. അതിനെ വിട്ടുകളയുക എന്നതിനർത്ഥം നമ്മൾ സറണ്ടർ ചെയ്യുന്നത് ഈശ്വരന് മുമ്പിലാണ്, ദൈവത്തിന് മുമ്പിലാണ്, അള്ളാഹു സൃഷ്ടാവിന് മുമ്പിലാണ്. നിങ്ങൾ അവിടെ വയ്ക്കുകയാണ്. അതിനാണ് സറണ്ടർ എന്ന് പറയുന്നത്. അത് അങ്ങോട്ട് വിടുവാണ്. ആ ഒരു 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 നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അത് ഒറ്റയ്ക്ക് പരിഹരിക്കേണ്ടതല്ല. അപ്പൊ ചിലർക്ക് മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഉണ്ടായ ദുരനുഭവം, ചിലർക്ക് വഞ്ചിക്കപ്പെട്ടവര്, ചിലര് ശാരീരികപരമായ പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ടവര്, ഇവരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ചെയ്ത തെറ്റില്, ചെറുതും വലുതുമായ തെറ്റുകളിൽ എത്രയൊക്കെ അവര് പശ്ചാത്തപിച്ചാലും, എത്രയൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ കുമ്പസരിച്ചാലും, എത്രയൊക്കെ പോയി തൗബ ചെയ്താലും, എത്രയൊക്കെ പശ്ചാത്താപം കൊണ്ട് വിഷനായി ഇത് ചെയ്താലും അവരുടെ ഉള്ളിൽ വീണ്ടും അതിങ്ങനെ കുത്തിനോവിച്ചുണ്ട്. അതും ശരിക്കും ഒരു ഭൂതകാലം. ആത്മാവിനെ പറക്കാൻ വിടാതെ തളയ്ക്കപ്പെടുന്ന ഒരു ചങ്ങലയാണ്. സ്വയം എന്തോ ചെയ്തു, തെറ്റെപ്പോഴോ ചെയ്തു പോയി, എന്തോ ഒരു തെറ്റിന് നമ്മളിപ്പോഴും ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു വിഷമം കൊണ്ടുള്ള ചങ്ങല. ചെറിയ തെറ്റായിരിക്കും, പിന്നെ വലിയ തെറ്റെന്ന് സമൂഹം കരുതുന്ന ഒരു തെറ്റായിരിക്കും. അത് സംഭവിച്ചു പോയിട്ടുണ്ടാവും ആ സാഹചര്യം. എന്നാലും നമ്മൾ അത് ചുമ്മാ വെറുതെ ഹോൾഡ് ചെയ്തു. സംഭവിച്ചതെല്ലാം ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് ഈശ്വരൻ നോക്കുക. ഈശ്വരൻ, ദൈവം, അള്ളാഹു, സൃഷ്ടാവിന് നിങ്ങളുടെ ഒരു ഭൂതകാലം ആവശ്യമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആണെങ്കിൽ പോലും കുറച്ചു മുമ്പ് നിങ്ങൾ പറയുകയാണ്, ഞാൻ എല്ലാത്തിൽ നിന്നും ഞാൻ വിട്ടു, ഞാൻ പൂർണ്ണമായും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ സമയത്ത് പോലും ആള് രക്ഷപ്പെടുക. മനുഷ്യന് അങ്ങനെ അത്രയും കാരുണ്യത്തോടു കൂടിയാണ് ഈശ്വരൻ, സൃഷ്ടാവ് നമ്മളെ ഇവിടെ അയച്ചിട്ടുള്ളത്. അത്ര കാരുണ്യത്തോടു കൂടി. അതുകൊണ്ടാണ് പല മുൻഗാമികളും പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പാപഭാരം ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്തത് ഒന്നുമല്ല. ദൈവം എന്ന് പറയുന്നത്, സൃഷ്ടാവ് ഒരിക്കലും വാതിൽ കൊട്ടി അടയ്ക്കുന്നില്ല. ആ വാതിൽ എപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതെല്ലാം വിട്ടിട്ട്, എല്ലാം സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും മനസ്സിലാക്കുക, എല്ലാം വിട്ട്, നിങ്ങളുടെ ഭൂതകാലം വിട്ട് വരുന്നതും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സൃഷ്ടാവ് ഈശ്വരൻ. നിങ്ങളുടെ ഭൂതകാലം മുഴുവൻ നിങ്ങൾ ഉപേക്ഷിച്ച് ഓടി വരുന്നത് കാത്തിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിദേശത്തായിരുന്ന ഒരു പിതാവ്, അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പോ സ്വന്തം കുട്ടി സ്കൂളിലാണ്. ആ കുട്ടിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതിന്റെ ഒരു കോടിയിലപ്പുറം ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഓരോ ആത്മാക്കളെയും, ഓരോ സോളിനെയും. ഈശ്വരൻ അങ്ങനെയാണ് കാത്തിരിക്കുക. കമോൺ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. നമ്മൾ ചെല്ലുന്നില്ല. നമ്മളപ്പോഴും ഈ പഴയ കാര്യങ്ങൾ നമ്മുടെ പുറകെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഞാനത് കണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്, യഥാർത്ഥ കീഴടങ്ങൽ, യഥാർത്ഥ സറണ്ടർ എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ അറിയുന്നതിനെ കുറിച്ചല്ല, നിങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. ഞാനൊരു ബോൺ അഗെയിൻ എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ ജനിക്കുക. ഇപ്പൊ ജനിച്ചൊരു കുട്ടിയായി നിങ്ങൾ വരിക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് യഥാർത്ഥ കീഴടങ്ങൽ. ഇപ്പോൾ ജനിച്ചൊരു കുട്ടിയാണ് ഞാൻ ഇനി മുന്നോട്ട് നയിക്കപ്പെടാൻ തയ്യാറാണ് വേറൊരു രീതിയിലൂടെ. അഹങ്കാരവും അജ്ഞതയും അസൂയയും എല്ലാം നമുക്ക് ഏറ്റെടുത്ത് എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ കുറെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ കീഴടങ്ങുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മതവിശ്വാസങ്ങൾക്ക് എതിരാണോ? ഞാൻ വിശ്വസിക്കുന്ന മതത്തിന് എന്തെങ്കിലും എതിര് സംഭവിക്കും എന്നുള്ള ഒരു തോന്നല് സ്വാഭാവികമായിട്ട് പലരും ഈ നിശബ്ദത അല്ലെങ്കിൽ ഇങ്ങനെ നിഗൂഢമായ ഒരു ഇത് ചെയ്യുമ്പോൾ മതത്തിന് ഭീഷണിയാണ് എന്ന് ഭയപ്പെടും. സത്യത്തിൽ ഈ സറണ്ടർ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും അടിവേർ. സറണ്ടർ ഇല്ലെങ്കിൽ മതമില്ല. പക്ഷെ അത് പഠിക്കുന്നില്ല എന്ന് മാത്രം. എല്ലാ
ധർമ്മങ്ങളുടെയും എല്ലാ മതങ്ങളുടെയും കാതൽ എന്ന് പറയുന്നത് സറണ്ടർ ആണ്. ഓരോ പ്രവാചകന്മാരുടെയും ഓരോ മുനിമാരുടെയും ഓരോ ഓരോ ഇവിടെ വന്നിട്ടുള്ള ഓരോ ആളുകളുടെയും മനുഷ്യരൂപത്തിൽ വന്ന് മനുഷ്യനായി വന്ന് നിങ്ങളെ മുന്നോട്ട് നയിച്ച എല്ലാരെയും നിങ്ങൾ ഹിസ്റ്ററി എടുത്തു നോക്കിക്കോ. എല്ലാത്തിന്റെയും ഉൾക്കാഴ്ച അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത് സറണ്ടർ ആൻഡ് സൈലന്റ്. അവിടെയാണ് നമ്മൾ വിശ്വാസത്തെ ത്യജിക്കുകയല്ല, നമ്മൾ കൂടുതൽ ആഴത്തിൽ വിശ്വാസത്തിലോട്ട് പോവാണ്. കൂടുതൽ ആഴത്തിൽ യേശു കീഴടങ്ങി, മുഹമ്മദ് നബി കീഴടങ്ങി, ശ്രീകൃഷ്ണൻ കീഴടങ്ങി, മനുഷ്യരൂപത്തിൽ വന്ന എല്ലാവരും മനുഷ്യനായി വന്ന എല്ലാവരും സറണ്ടർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അവർ നമ്മുടെ ആദിമ മാതൃകകളാണ്. ആദിമ മാതൃകകൾ. നമ്മളൊരു അന്വേഷകനാണ്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അന്വേഷകനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അതും ഒരു പ്രത്യേക വീക്ഷണകോണിൽ നിന്ന് പഠിക്കണം. അല്ലാതെ ആരെങ്കിലും പഠിപ്പിച്ചു തരുന്നത് നമ്മൾ ആ രീതിയിൽ തന്നെ ഇത് ചെയ്യല. യേശുവിന്റെ അദ്ദേഹത്തിന് സമാധാനം ഉണ്ട്. എത്ര കീഴടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര കീഴടങ്ങൾ. പിതാവേ, നീ ഇച്ഛിക്കുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ. എത്ര മനോഹരമായ കീഴടങ്ങളാണെന്ന് നോക്കി. നീ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്നിൽ നിന്നും ഈ ഒരു പാനപാത്രം ഒന്ന് എടുത്തു മാറ്റണേ. കംപ്ലീറ്റ്ലി പിതാവിനോട് സറണ്ടർ ചെയ്യുകയാണ്. കംപ്ലീറ്റ്ലി. അവിടെ ഒരു ഉപാധികളും ഇല്ല. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് തൊട്ടുടനെ യേശു പറഞ്ഞത്. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം കംപ്ലീറ്റ് സറണ്ടർ ആണ് അവിടെ. കംപ്ലീറ്റ് സറണ്ടർ. യേശുവിനെ ദ്രോഹിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചാട്ടവാറടിക്ക് കല്ലേറിയുമ്പോഴൊക്കെ വേണമെങ്കിൽ ആ സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലേ? അപ്പോഴും അദ്ദേഹം പറഞ്ഞു തന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ആ സെക്കൻഡിൽ പോലും സറണ്ടർ ചെയ്യുകയാണ്. ആ സെക്കൻഡിൽ പോലും. അതാണ് സറണ്ടർ. അതിക്രൂരമായ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ ഓൺ ദ സ്പോട്ടിൽ സറണ്ടർ ചെയ്യുകയാണ്. ഓൺ ദ സ്പോട്ടിൽ വിട്ടുകളയാണത്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടോ? ക്രൂരമായ പീഡനം ഏറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും, ആ സമയത്ത് ആർക്ക് ക്ഷമിക്കാൻ പറ്റും? ബുദ്ധിമുട്ടുകൾ ഏൽക്കുന്ന സമയത്ത് പോലും ഓൺ ദ സ്പോട്ടില് യേശുവിനെ പോലെ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേദന, എല്ലാ വേദനയും എല്ലാ ബുദ്ധിമുട്ടും ഒരു കയ്പും ഇല്ലാതെ അർപ്പിക്കുക എന്നുള്ളതാണ്. അർപ്പിക്കുക, തുറന്ന ഹൃദയത്തോടുകൂടി അർപ്പിക്കുക. അത് അസഹനീയമായി തോന്നുമ്പോഴും അർപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ പോയി, അദ്ദേഹത്തിന് അവിടെ നിന്നാണ് ഈ ഖുർആൻ വരുന്നത്. ഗബ്രിയേൽ മാലാഖ വന്നിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പേടിച്ചു പോകണം ഒരു എന്നുള്ള രീതിയിൽ. എന്നിട്ട് പോയി കിടക്കണം, എന്നെ മൂടു എന്ന് പറഞ്ഞു. ആ ദിവ്യപ്രകാശത്തിന്റെ പ്രവാഹം, വെളിപ്പെടുത്തിന്റെ ഭാരം വഹിച്ചുകൊണ്ട് അന്ന് കീഴടങ്ങുവാണ് അദ്ദേഹം. നിരന്തരം പരിഹാസം, നാടുകടത്തൽ, യുദ്ധം, പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെടുന്നു. എന്നിട്ടും അദ്ദേഹം കണ്ണീരോടെ ദൈവത്തിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹം നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ആ തായിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആളുകൾ കല്ലെറിയുകയാണ് ഇദ്ദേഹം. കല്ലെറിയുന്ന സമയത്ത് മാലാഖ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഇദ്ദേഹത്തോട്, ഞാൻ ഈ സമൂഹത്തെ തന്നെ അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞേക്കട്ടെ? കല്ലെറിഞ്ഞ് മുഖത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങനെ ചോര വരുവാണ്, കല്ല് എറിഞ്ഞിട്ട്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ് വേണ്ട. യേശു പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അതാണ് സറണ്ടർ. ഒരിക്കലും അരുത് ഇവരിൽ നാളെ നല്ലൊരു സമൂഹം ഉണ്ടായി വരും, ഒന്നും ചെയ്യരുത്. അവിടെയാണ് സറണ്ടർ. കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുകയാണ്. അതാണ് സറണ്ടർ. ഭഗവത്ഗീതയില് ഭഗവാൻ കൃഷ്ണൻ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. കർമ്മത്തിന്റെയും അഹങ്കാരത്തിന്റെയും സമർപ്പണമാണ് അതീന്ദ്രിയമായ സമർപ്പണം. ആ സമർപ്പണം മാത്രമേ നിങ്ങളുടെ കർത്തവ്യത്തിലായിട്ട് നയിക്കുള്ളൂ എന്നാണ്. യുദ്ധം ചെയ്യാത്ത ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്തിട്ടില്ല മഹാഭാരത യുദ്ധത്തിൽ. അദ്ദേഹം പറഞ്ഞു, എന്റെ ഇത് വേണോ നിങ്ങൾക്ക്? അത് ഞാൻ മാത്രം വേണോ? ഞാൻ ആയുധം തൊടൂല എന്നാണ് അവിടെ പറഞ്ഞത്. ആ യുദ്ധത്തിൽ ആയുധം തൊടൂല എന്നാ പറഞ്ഞിട്ട്. എന്നെ വേണോ? ഞാൻ യുദ്ധം ചെയ്യൂല. അവിടെയാണ് അത്രയും ഘോരമായൊരു യുദ്ധം നടക്കുമ്പോൾ പോലും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആയുധം എടുക്കാതെ നിൽക്കുകയാണ് അവിടെ ബുദ്ധിയാണ് പ്രയോഗിച്ചത്. ശ്രീകൃഷ്ണൻ ജ്ഞാനത്തോടൊപ്പം തന്നെ ട്രിക്കിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സമർപ്പണം എന്ന് പറയുന്നത് എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എനിക്ക് മാത്രം കീഴടങ്ങൂ, അതായത് ഈശ്വരന് മാത്രം കീഴടങ്ങും, ദൈവത്തിന് ഞാൻ നിങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കും, ഭയപ്പെടേണ്ട. ഭഗവത്ഗീത 18-ാം അധ്യായം 66-ാം വാക്യം. ഇവിടെയാണ് അതാണ് യഥാർത്ഥ സറണ്ടർ. നമ്മളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ സൃഷ്ടാവിന്, ഈശ്വരന്, ദൈവത്തിന് നമ്മൾ സറണ്ടർ ചെയ്യുക. അവിടെയാണ് സറണ്ടർ. അല്ല നമ്മൾ ആരെങ്കിലും മുമ്പിൽ ഇത് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥ സറണ്ടർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത്, എല്ലാ മതങ്ങളും പറയുന്നത്, എല്ലാ കാലഘട്ടങ്ങളും, എല്ലാ സംസ്കാരങ്ങളും, എല്ലാം മനുഷ്യന്റെ സന്തോഷത്തിന്റെ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ, മനുഷ്യന്റെ രക്ഷപ്പെടലിന്റെ മാർഗം എന്ന് പറയുന്നത് ഈ സറണ്ടർ ആണ്. സറണ്ടർ എന്നാൽ ഭൂതകാലം വിടുക എന്നുള്ളതാണ്. നമ്മളെല്ലാം വിട്ട് കളഞ്ഞേക്കുക, എല്ലാം വിട്ട് നമ്മൾ സമർപ്പിക്കുക, കംപ്ലീറ്റ്ലി ഫ്രീ ആയി,
നമ്മൾ ഈ എല്ലാ പ്രഭാതത്തിലും നമ്മൾ ഇങ്ങനെ സറണ്ടർ ചെയ്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുൻഗാമികളെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ പുതുതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മോട്ടിവേഷനും കോച്ചിങ്ങും ഒന്നും അല്ല നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ആ സമാധാനം തരുന്നത് മനുഷ്യ ആരംഭകാലം മുതൽ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ ഈ രാവിലെ ചെയ്തുകൊണ്ട്. അതേ പാതയിലൂടെയാണ് നമ്മൾ നയിക്കുന്നത്. ഗുരുക്കന്മാരുടെയും സന്യാസിമാരുടെയും സൂഫികളുടെയും വിശുദ്ധന്മാരുടെയും സെയിൻസും അവരൊക്കെ യാത്ര ചെയ്ത അതേ യാത്രയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ആ യാത്ര നിങ്ങൾ വളരെ കൃത്യമായി ചെയ്താൽ നിങ്ങൾ അതുപോലെ മുഹമ്മദ് നബി വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ശ്രീകൃഷ്ണൻ വിട്ടുകളഞ്ഞതുപോലെ വിട്ടുകളയണം. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറ്റണം. അപ്പൊ അതുപോലെ നമ്മള് വളരെ ഫ്രീ ആക്കി നമ്മുടെ മൈൻഡിനെ വിട്ടാൽ നമുക്കിവിടെ സന്തോഷമായിട്ട് നമുക്ക് കഴിയാൻ പറ്റും. അവിടെയാണ് നമ്മുടെ സ്വർഗം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ സ്വർഗം ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്വർഗം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിയേഷനിലൂടെയാണ് നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാകുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് പവർ ഈ ഭൂമിയിലും അതിശക്തമായി തുടരും. അതിനുശേഷമുള്ള കാലഘട്ടത്തിലും നമ്മൾ വളരെ പവർഫുൾ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് കിട്ടുവാണ് ഇവിടെ. അതിന് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കാട് കയറി ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതൊന്നുമല്ല ഇപ്പൊ ഞാനീ പറഞ്ഞ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഭാഗത്തുനിന്നുള്ള ഉപദ്രവോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതോ അവഗണിച്ചതോ ഇതോ ആരെങ്കിലും ഉപദ്രവിച്ചതോ അല്ലെങ്കിൽ ഈ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമൊന്നുമല്ല. എന്നിട്ടും എന്താണ് എന്റെ മനസ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നറിയാൻ പാടില്ലാത്ത ചില ആൾക്കാരുണ്ടാവും. ഒരു കാരണമില്ല, ഒരു കാരണം കണ്ടെത്താൻ പറ്റില്ല. ഒരു കാരണമില്ലാതെ വിഷമോ മനസ്സിൽ ബ്ലാങ്കോ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല. അങ്ങനത്തെ കുറെ മനുഷ്യർ, അവരെയാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കും. ഓക്കെ, വളരെ വ്യക്തമായിട്ട് സംശയങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ചോദിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലേട്ടൊന്ന് നോക്കണം. എപ്പോഴും നിശബ്ദമായിട്ട് ഇരുന്നിട്ട് നമ്മുടെ ഉള്ളിലേട്ട് വളരെ ഗാഢമായിട്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. എന്റെ ഉള്ളിൽ എന്താണ് ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത്? എന്താണ് ഞാൻ ഇപ്പോഴും ഉപേക്ഷിക്കാൻ തയ്യാറെത്തുന്നത്? എന്താണ് എന്റെ ഉള്ളിൽ വേദന നൽകുന്നത്? എന്താണ് എന്റെ ഉള്ളിൽ ഇപ്പോഴും വേദന തരുന്നത്? വളരെ ഗാഢമായിട്ടൊന്ന് ആലോചിക്കുക. ആ കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും സംഭവിച്ച ഒരു പോയിന്റ്. ആ പോയിന്റ് ആയിരിക്കും ആ വേദന നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഉണ്ടായതാണ്, ചിലപ്പോ കുഞ്ഞായിരിക്കും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഇങ്ങനെ ഇരിക്കണം. വാട്ട് ഐ ആം സ്റ്റിൽ ഫൈറ്റിംഗ് ഇൻസൈഡ് മീ. എന്താണ് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഈ യുദ്ധം ചെയ്ത്? എന്താണ് യുദ്ധം ചെയ്തത്? എന്താണ് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറില്ലാത്ത? എന്താണ് എന്റെ ഉള്ളിൽ വേദന നിറയ്ക്കുന്നത്? ഇങ്ങനെ നോക്കിയിട്ടും ചിലപ്പോ ചില ആൾക്കാർക്ക് അത് കിട്ടൂല. ഇങ്ങനെ നോക്കിയാലും ചില ആൾക്കാർക്ക് കിട്ടൂല. എന്താണ് സാധനം എന്ന് കിട്ടൂല. എന്താണ് ഉള്ളിലുള്ളത് എന്ന് കിട്ടൂല. കാരണം അവരുടെ സോളും ആത്മാവും മനസ്സൊക്കെ അത് മറന്നിട്ടുണ്ടാവും. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ അമ്മ നമ്മളെ ഗർഭിണിയായിരുന്ന സമയത്ത് ആ അമ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ സമയത്ത് അച്ഛൻ അനുഭവിച്ചാൽ പോലും, അമ്മ അച്ഛനും ഒരുമിച്ചാണ്, അമ്മ അച്ഛനോടോ അച്ഛൻ അമ്മയോടോ മോശമായിട്ട് പെരുമാറുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ സോളിനറിയാം, മനസ്സിനറിയാം. അപ്പൊ ഈ സോളിനെ പൂർണ്ണമായ പവറിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് ഇത് തന്നെ തടഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് മനസ്സിലാവില്ല. എന്തോ ഒരു കാരണം ഉണ്ടെന്ന് നമുക്കറിയാം. എന്തോ വിഷമിക്കുന്ന ഒരു കാരണമുണ്ട്. ചില കുട്ടികള് വയറ്റിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ അച്ഛനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും മോശമായിട്ടൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടി ജനിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനോട് ദേഷ്യം ഉള്ള ഒരാളെ, അച്ഛൻ നല്ല മനുഷ്യനായിരിക്കും, ദേഷ്യത്തോടു കൂടിയായിരിക്കും. എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഉണ്ടായതായിരിക്കും അതൊക്കെ. പക്ഷെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഗർഭത്തിൽ അമ്മയുടെ വൈകാരികമായ അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ പിന്നീട് ഫീൽ ചെയ്യും. ചിലർക്കാണെങ്കിൽ പാരമ്പര്യമായി ഹോൾഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതാണ് പാരമ്പര്യമായി. ചില ആളുകൾ ആങ്സൈറ്റി ഉള്ള ആളുകളാണ്. അമ്മയ്ക്കുണ്ടായിരുന്നു, എനിക്കുണ്ട്, അച്ഛനുണ്ടായിരുന്നു, എനിക്കുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പാരമ്പര്യമായി ചില കാര്യങ്ങൾ കൂടെ കൊണ്ടുവരുവാണ്. സ്പിരിച്വലി ഏതോ ഒരു തലമുറയിൽ ഉണ്ടായ ഒരു സംഭവത്തെ, ഏതോ തലമുറയിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ അവര് കയ്യിൽ പിടിച്ചുകൊണ്ട് തലമുറ കൈമാറി കൊണ്ടുവരുവാണ്. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണിത്. നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു കർമ്മയാണെന്നാണ് വിചാരിക്കുക അവരൊക്കെ. കർമ്മയാണ്, ഞാൻ ചെയ്തു പോയ എന്തോ കർമ്മത്തിന്റെ ഫലമാണ്. അല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ കർമ്മത്തിന്റെ ഫലമാണെന്നൊക്കെ ചിന്തിക്കും. പാരമ്പര്യമായി ചില കാര്യങ്ങൾ അവർ ഹോൾഡ് ചെയ്തുകൊണ്ട് വരും. അവരുടെ ആരൊക്കെയോ വലിയ വിഷമങ്ങൾ അവരുടെ തലമുറയിൽ ഉണ്ടായ, ചിലപ്പോൾ അവരെ അതിക്രൂരമായി ശിക്ഷിക്കപ്പെട്ടായിരിക്കാം, അവരുടെ മാതാപിതാക്കളെ ചിലപ്പോൾ കൊന്നു കളഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു 5-4 തലമുറ മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ
വലിയ ബുദ്ധിമുട്ട്. മനുഷ്യനല്ലേ, മനുഷ്യ ജീവിതത്തിൽ പലതും ഉണ്ടാവാലോ. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരതിനെ പതിയെ പതിയെ ഹോൾഡ് ചെയ്ത് പോകും. അവരുടെ തലമുറകളിലേക്ക് അത് പതിയെ പതിയെ ഓട്ടോമാറ്റിക്കലി സോളിലേട്ടാണ് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താ കാരണം എന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ല. എന്താണ് എന്റെ ഉള്ളിലുള്ള വിഷമത്തിന് കാരണം എന്ന് ആലോചിച്ച് ഞാൻ മനസ്സിലാവില്ല. കാരണം കുറെ തലമുറ മുമ്പ് നടന്നിട്ടുള്ളതായിരിക്കും. പിന്നെ വൈകാരികമായ കരാറും ഉണ്ടാക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേദന സഹിക്കും, എന്റെ മോന്റെ വേദന ഞാൻ സഹിക്കുന്നു, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ വേദന ഞാൻ സഹിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഏറ്റെടുത്തിട്ട് തലമുറ തലമുറ വഴി കൈമാറുന്ന സംഭവമുണ്ട്. അതും ഉണ്ട്. വൈകാരികമായി ഏറ്റെടുക്കും, ഭയങ്കര വൈകാരികമായി. ചുമ്മാ പറയുമല്ല, ഭയങ്കര, ഒരിക്കലും അത് പാടില്ലാത്തതാണ്. ആ വേദന ഞാൻ നിങ്ങൾക്കായി ഈ വേദന വഹിക്കും എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്റെ അമ്മയെ പോലെ ഞാൻ നിശബ്ദമായി കഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്റെ കുടുംബ രഹസ്യം ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഓത്തെടുക്കും. ഓത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിജ്ഞ. എന്റെ കുടുംബപരമായ ഏതോ ഒരു രഹസ്യം സംഭവിച്ചു, അത് ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിട്ട് എന്ത് ചെയ്യും? അത് വരുന്ന തുടർച്ചയായി ആ കുടുംബം, അതാണ് ചില കുടുംബങ്ങളിൽ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ചില കുടുംബങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ചിലരുണ്ട് എല്ലാം മറന്നു കളഞ്ഞിട്ടുണ്ടാവും പൂർണ്ണമായിട്ടും. അങ്ങനെ എല്ലാം മറന്ന് സോളും മറന്നിട്ടുണ്ടാവും. പക്ഷെ വേദന ഭയങ്കര ആഴമുള്ളതായിരിക്കും. എല്ലാം മറന്ന് മനസ്സതിനെ കൊന്നു കുഴിച്ചു മൂടി കളഞ്ഞു. എന്നാലും നമ്മുടെ ശരീരം, ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പ്, ശരീരവും മനസ്സും ആത്മാവും ചേർന്ന 3 ഘടകങ്ങൾ ചേർന്നാണ് ഒരു മനുഷ്യൻ. ഈ ശരീരം ഓർക്കുന്നുണ്ടാവും. ശരീരം ഓർക്കുമ്പോഴാണ് ശ്വാസം മുട്ട് വരിക, ഇതിങ്ങനെ ഹൃദയം വല്ലാതെ ഇടിക്കുക, എന്തോ അറിയാത്തൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിക്കുന്നത്. അങ്ങനെയാണ് ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരത്തിന് ആ മുറിവ് മനസ്സും വിട്ടിട്ടുണ്ടാവും, ആത്മാവും വിട്ടിട്ടുണ്ടാവും. പക്ഷെ ശരീരം അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ആ വേദന ഭയങ്കര ആഴമുള്ള വേദനയാണെങ്കിൽ, മാനസികപരമായ വേദനയാണെങ്കിലും ശരീരം ഓർക്കൂട്ടോ. ശരീരത്തിൽ മറ്റേ മുറിവ് മാത്രമല്ല. അപ്പൊ അത് ഒരു സ്വാതന്ത്ര്യത്തിനായി ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും ഹൃദയം, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തൊരു സ്വാതന്ത്ര്യം. അപ്പൊ ഒരു വേദന വരും. ഇങ്ങനെയുള്ള ആളുകള് ഇനി മുതൽ നിങ്ങൾ സറണ്ടർ എന്ന് പറയുമ്പോൾ, കാരണമറിയാത്ത ആൾക്കാര്, ഇങ്ങനെയുള്ള ഈ പാരമ്പര്യമായി വഹിക്കുന്ന ആളുകൾ, ഇതൊക്കെയുണ്ട്. ഞാൻ സറണ്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുക, ഈ വേദന എന്നാന്ന് എനിക്കറിയാൻ പാടില്ല, വിഷമം എന്നാന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ അതിവിടെ ഇറക്കി വെക്കുകയാണ്. ഇതെനിക്ക് വളരെ ഭാരമുള്ളതാണ്, ഇത് ഞാൻ താഴെ വെക്കുകയാണ്. ഞാൻ ഈ സൃഷ്ടാവിന് മുമ്പിൽ ഇത് സമർപ്പിക്കുക. എനിക്ക് എന്താണെന്ന് മനസ്സിലാകാത്തത് എന്റെ പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ലാത്തതായിരിക്കാം. എല്ലാം എന്തുണ്ടെങ്കിലും എല്ലാം ഞാൻ ഈശ്വരന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ നിങ്ങൾ സമർപ്പിക്കും. അതാണ് ഇതിന് ഏക പരിഹാരമാണ്. നിങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളായിരിക്കും. ജീവിതത്തിൽ ഉണ്ടായ നിങ്ങൾക്ക് ഓർമ്മയുള്ള സംഭവമാണെങ്കിൽ ആ ഓർമ്മയുള്ള സംഭവത്തെ എടുത്തു വരും. ഞാൻ അതുകൊണ്ടാണ് ഈ 41 ഡേയ്സ് നിങ്ങൾ പങ്കെടുക്കാം. 41 ഡേയ്സ് പങ്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കും ആ പ്രശ്നം നോർമലി ഒരുപാട് പേർക്ക് അത് വിട്ടുപോയിട്ടുണ്ടാവും. പിന്നീടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അന്നേരം എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് കൃത്യമായിട്ട് സാധനം കിട്ടും. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 41 ഡേയ്സ് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 21 ഡേയ്സ് മിനിമം ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യും. ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ 41 ഡേയ്സ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും സൂപ്പർ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും എന്ത് റിസ്ക് എടുത്ത് നിങ്ങൾ, കാരണം ഇപ്പോഴും ആളുകൾ കയറി 100-ലധികം ആൾക്കാർ കയറിയിട്ടുണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിൽ. നിങ്ങൾ ഹോൾഡ് ചെയ്യുക, മുറുകെ പിടിച്ചിരിക്കും. കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കംപ്ലീറ്റ്ലി. എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല, 41 ദിവസം കഴിഞ്ഞും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്നാ വേണ്ടെന്ന് വെച്ചാൽ അന്നേരം ആലോചിക്കും. നോർമലി ഞാൻ പറഞ്ഞില്ലേ, 90% ആളുകൾക്കും ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും. 10-15 അല്ലെങ്കിൽ 20 പേർക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റാതെ വരിക. അത് നമുക്ക് അന്നേരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നോക്കാം. അതുകൊണ്ട് എല്ലാം വിടുക എന്നുള്ളതാണ്. എല്ലാം വിടുക. നമ്മൾ സറണ്ടർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ അടിയറവ് പറയുക എന്ന് പറയുമ്പോൾ, ആരെങ്കിലും മുന്നിലല്ല അടിയറവ് പറയുന്നത്. നമ്മുടെ എല്ലാ വിഷമങ്ങളും, സങ്കടങ്ങളും, ബുദ്ധിമുട്ടുകളും, നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ എടുത്ത് പുറത്തു വെക്കുകയാണ്. പുറത്ത് എവിടെ വെക്കുകയാണ്? പ്രപഞ്ചത്തിലേക്ക് വെക്കുകയാണ്, യൂണിവേഴ്സിലേക്ക് വെക്കുകയാണ്, ഈശ്വരിലേക്ക്, ദൈവത്തിലേക്ക്, അള്ളാഹുവിലേക്ക്, സൃഷ്ടാവിലേക്ക് നിങ്ങൾ വെക്കുകയാണ്, എടുത്തു വെക്കുകയാണ്. അവിടെ അത് അലിഞ്ഞില്ലാതായി പോവാണ്. അവിടെ അലിഞ്ഞില്ലാതായി കീഴടങ്ങുക എന്ന് പറയുന്നത് ക്ഷീണിതർക്കും, തകർന്നവർക്കും, ഭയപ്പെട്ടവർക്കും, അഹങ്കാരികൾക്കും, അസൂയക്കാർക്കും, എല്ലാവർക്കും ഉള്ളതാണ്. എപ്പോഴും പറയുക, എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്ത ഇതിനെ ഞാൻ ഇവിടെ എടുത്തു വെക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പോരാടി കഴിഞ്ഞു, യുദ്ധം ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സെക്കൻഡിൽ. അവിടെയാണ് മിറാക്കിൾ സംഭവിക്കുന്നത്. സെക്കൻഡ്സ് പോലും വേണ്ട, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കിട്ടും. നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും, നിങ്ങളുടെ മനസ്സിലെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കിട്ടും. നിങ്ങൾ വളരെ ഫ്രീ ആവും, കൂളാവും. ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബലം
ബലം പിടിച്ചല്ല കീഴടങ്ങേണ്ടത്. അത് പോട്ടെ 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 എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടല്ല. നമ്മൾ വളരെ കൂളായിട്ട് വെക്കും. വാതിൽ തുറക്കേണ്ടത് ശക്തി കൊണ്ടല്ല. വാതിൽ തുറക്കേണ്ടത് ശക്തി കൊണ്ടല്ല. മൃദുവായിട്ടിരുന്നുകൊണ്ടാണ്. മൃദുവായിട്ട്. ഗൾഫ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ഇട്ടേരട്ടോ, ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പണ്ട് ഒരു മരുഭൂമിയും മലനിരകളും അതിരിടുന്ന ഒരു ഗ്രാമത്തിൽ ആരിഫ് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹം മനസമാധാനം തേടിയാണ് ജീവിതം ചെലവഴിച്ചത്. ജീവിതം തള്ളി നീക്കി. അദ്ദേഹം ഉറക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഉറക്കെ ഭക്തിയോടെ ഉപവസിക്കുമായിരുന്നു. ഉപവാസം പ്പെട്ട ഭക്ഷണപാനീയങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഉപവസിക്കുമായിരുന്നു. ഉദാരമായിട്ട് ദാനം ചെയ്യുമായിരുന്നു. ഉദാരമായിട്ട് ദാനം ചെയ്യുമായിരുന്നു. ആളുകളൊക്കെ അദ്ദേഹത്തെ വളരെ നല്ല മനുഷ്യൻ, എന്ത് നല്ല മനുഷ്യൻ, എത്ര ഉച്ചത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, എത്ര നന്നായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, കൃത്യമായിട്ട് അദ്ദേഹം ഉപവാസങ്ങൾ ചെയ്യുന്നു, നോമ്പെടുക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എന്ത് നല്ല മനുഷ്യൻ, വിശുദ്ധനായ മനുഷ്യൻ. മിക്ക മനുഷ്യരൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയൊക്കെയായി. എന്നിട്ടും അവരുടെ ഉള്ളിൽ സമാധാനമില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതുപോലെ തന്നെ എവിടെയോ ഒന്ന് കുടുങ്ങിപ്പോയ പോലെ. ആൾക്കാരെല്ലാം നല്ല മനുഷ്യനാന്ന് പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും അശാന്തിയിലാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും, ഇത്ര ദാനധർമ്മങ്ങൾ ചെയ്തിട്ടും, ഇത്ര പ്രാർത്ഥനകൾ ചെയ്തിട്ടും, ഇത്ര പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടും, ഇത്രയേറെയൊക്കെ ചെയ്തിട്ടും പൂർണ്ണമായിട്ടും ആ സംതൃപ്തി എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഞാൻ ഇത്രയും ചെയ്യുമ്പോൾ എനിക്ക് അതിശക്തമായ സംതൃപ്തി ഉണ്ടാവണ്ടേ? ഒരുപാട് ദാനം ചെയ്യുന്നു, ഒരുപാട് ഉപവസിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ആ പൂർണ്ണമായ സമാധാനം കിട്ടുന്നില്ല? പൂർണ്ണമായ സമാധാനം. അങ്ങനെ വിഷമിച്ച് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു ഒരു 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 ആരാധനാലയമുണ്ട്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മുറിയുണ്ട്. ആ മുറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. സ്വപ്നത്തിൽ അത് പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ആ ഒരു അങ്കലാപ്പിലും അദ്ദേഹം ആ ആരാധനാലയം എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടത്തി. യാത്ര ചെയ്തു. രാവും പകലും യാത്ര ചെയ്തു. അങ്ങനെ ഒരു പുരാതനമായ ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്ത്, പഴയ കാലഘട്ടം, വലിയ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഹൃദയഭാഗത്ത് വളരെ പുരാതനമായ ഒരു ആരാധനാലയം അദ്ദേഹം കണ്ടു. ആരാധനാലയത്തെ ആദ്യമായിട്ട് കടന്നപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ 5 പൂട്ടുകളുണ്ട് അതിന്റെ വാതിലിന്. ഈ പൂട്ട് തുറന്നാൽ മാത്രമേ അദ്ദേഹത്തിന് കയറാൻ കഴിയൂ. അപ്പൊ അവിടെ വന്നപ്പോ അദ്ദേഹം പൂട്ട് താക്കോൽ അന്വേഷിച്ചു. താക്കോലില്ല. പൂട്ട് തുറക്കാനുള്ള താക്കോല് കിട്ടുന്നില്ല. അദ്ദേഹം ആകെ വിഷമത്തിലായി. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തപ്പുവാണ് താക്കോൽ എല്ലായിടത്തും. താക്കോല് തപ്പി നോക്കിയപ്പോൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പൂട്ടുകൾ തനിയെ തുറക്കുന്നതാണ്, പക്ഷെ നീ കീഴടങ്ങിയാൽ മാത്രമേ തുറക്കൂ. ഈ പൂട്ടെല്ലാം തനിയെ തുറക്കും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, താക്കോല് വേണ്ടത്. താക്കോല് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. താക്കോല് പൂട്ട് തുറക്കണമെങ്കിൽ നീ കീഴടങ്ങും. ആരിഫ് അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സില് എന്നാണ് വരുന്നത്, എന്നാണ് ഞാൻ കീഴടങ്ങേണ്ടത് എന്ന് ഓർത്തിരിക്കുകയാണ്. ഓർമ്മ വരുവാണ്. അവന്റെ അച്ഛൻ തല്ലിയത്, അമ്മ ഉപേക്ഷിച്ചത്, കള്ളം പറഞ്ഞ് അവനെ വഞ്ചിച്ച ഒരു സുഹൃത്ത്, അവനെ പറ്റി ഇതൊക്കെ വരികയാണ്. അവൻ അലറി വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിതെല്ലാം വിടുവാണ്, പക്ഷെ എനിക്കൊരു സുരക്ഷിതത്വ ബോധം തോന്നുന്നില്ലല്ലോ, അവരൊക്കെ എന്നെ വഞ്ചിച്ചില്ലേ. ആദ്യം അവൻ ശക്തമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൻ പറഞ്ഞു, ഇല്ല, മനസ്സിലായി, അത് പൂർണ്ണമായിട്ടും അത് ഞാൻ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതല്ല, മറിച്ച് എനിക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ഇത് ഞാൻ ഉപേക്ഷിക്കണം എന്നവന് തോന്നി. അവൻ വളരെ കൂളായിട്ട്, വളരെ സമാധാനപരമായിട്ട് അതിനെ വിട്ടുകളഞ്ഞു. അച്ഛൻ ഉപദ്രവിച്ചതും, അമ്മ ഉപേക്ഷിച്ചതും, അമ്മ അവഗണിച്ചതും, ബന്ധു ചതിച്ചതും എല്ലാം അവൻ വിട്ടു. ഉടനെ ആദ്യത്തെ പൂട്ട് തുറന്നു. രണ്ടാമത്തെ പൂട്ട് തുറക്കാൻ അവൻ എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. എന്താണ് വിഷമം? അവൻ ധ്യാനിക്കാൻ ശ്രമിച്ചു, നിശ്ചലനായിട്ടിരിക്കാൻ ശ്രമിച്ചു, ഒന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടി. എന്നിട്ടും ഓർമ്മ വരുന്നില്ല. സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ എന്തോ തല പെരുക്കുന്നത് പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ നിന്ന് യുദ്ധം ചെയ്യുന്ന പോലെ, എന്തൊക്കെയോ ഓർമ്മകൾ, എന്തൊക്കെയോ പശ്ചാത്താപം. എനിക്കാണ് ഈ നിശ്ചലനായിട്ട് പോലും ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത് വളരെയധികം വേദനിപ്പിക്കുന്നതാണല്ലോ. അയാൾ കരയാൻ തുടങ്ങി. അപ്പൊ കീഴടങ്ങളെ വേദനയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിശബ്ദതയല്ല, വേദന വച്ചുകൊണ്ട് അയാൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സ്വയം പോരാടുന്ന നിർത്തുകയാണ് ഇവിടെ. ഞാൻ സ്വയം പോരാടുന്ന നിർത്തുകയാണ്. എന്റെ നന്മയ്ക്ക് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ സ്വയം പോരാടുന്ന നിർത്തുകയാണ്. ഞാൻ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിക്കും. എന്നിതെല്ലാം ഈ ആരാധനാലയത്തിൽ സൃഷ്ടാവിന് മുന്നിൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. അയാൾ അവിടെ വിട്ടു. അല്ല, ആ വേദനകളെല്ലാം അയാൾ അവിടെ തിട്ടു. രണ്ടാമത്തെ പൂട്ട് തുറന്നു. പിന്നെ അയാൾ ആലോചിക്കുകയാണ്, ഇനി എന്താണ് എനിക്കുള്ളത്, ഇനി ഞാൻ എന്താണ് ഉപേക്ഷിക്കേണ്ടത് ആലോചിക്കുകയാണ്. അങ്ങനെ ആത്മാർത്ഥമായ അയാൾ ആലോചിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞ നുണകൾ, അയാൾ ആളുകളെ വേദനിപ്പിച്ചത്, നന്മ ചെയ്യാതിരുന്നത്, ആരോടൊക്കെയോ ക്രൂരമായി പെരുമാറിയത്, മോശമായി പെരുമാറിയത്, തെറ്റുകൾ ചെയ്തത്, ചെറുതും വലുതുമായ തെറ്റ്, ഇതാണിപ്പോ എന്നെ വേദനിപ്പിക്കുന്നത്. ഞാൻ സമാധാനം അർഹിക്കുന്നില്ല, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ വളരെയധികം തെറ്റ്
ചെയ്തു പോയി. ഉടനെ ഒരു ഇളം കാറ്റ് അയാളെ തഴുകിപ്പോയി കൊണ്ട് പറഞ്ഞു, മകനെ, ദൈവം നിങ്ങളെ നിങ്ങളെ തെറ്റുകൾ എഴുതി തള്ളിയ ലെഡ്ജറുമായിട്ട് സ്വാഗതം ചെയ്യാൻ വേണ്ടി ഈ ഇരു കൈകളും നീട്ടി നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങൾ ഓടിപ്പോലെ, നിങ്ങൾ അതെല്ലാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് എങ്ങനെ ശരിയാക്കണം എന്നറിയില്ല, പക്ഷേ ഞാനിതെല്ലാം ഉപേക്ഷിക്കുകയാണ്, ഞാനിതെല്ലാം വിടുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എല്ലാം എല്ലാം പൂർണ്ണമായിട്ടും ഇന്ന് ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ഇതെല്ലാം ഇവിടെ അങ്ങനെ മൂന്നാമത്തെ പൂട്ട് തുറന്നു. നാലാമത്തെ പൂട്ട് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് തുറക്കാത്തത്. ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയാണ്, ഞാൻ ഒരുപാട് അറിവ് പഠിച്ചിട്ടുണ്ട്, ഒട്ടുമിക്ക എല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാ അറിവും നേടിയിട്ടുണ്ട്, ഞാൻ ധ്യാനിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ എല്ലാ പേരും എനിക്കറിയാം. ഞാൻ എന്ന ഭാവം ഒരു തരി മനസ്സിലുണ്ടെങ്കിൽ ഞാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ എല്ലാം അറിഞ്ഞു. ഒരിക്കലും ഇല്ല. അപ്പോഴും അയാളുടെ ഉള്ളിൽ ഒരു ശബ്ദം മന്ത്രിച്ചു, നിങ്ങൾക്ക് പേരറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, എങ്ങനെ സറണ്ടർ ചെയ്യണം നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. കാരണം എന്താ? അയാളുടെ മനസ്സിൽ കിടക്കുകയാണ്, ഞാൻ ഒരുപാട് ധ്യാനിച്ച് പല ധ്യാനങ്ങളും നടത്തിയിട്ടുണ്ട്, എനിക്കിതൊക്കെ അറിയാം, ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ അറിവ് നേടിയിട്ടുണ്ട്, എനിക്ക് ഗാഢമായ ജ്ഞാനമുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും നിങ്ങൾ നേടുന്ന അത്ര ആ ഇന്നർ പീസും നിങ്ങൾ നേടുന്ന അത്ര സമാധാനവും നേടാൻ കഴിയാത്ത, അതുകൊണ്ടാണ് നിങ്ങൾ അവരെക്കാൾ എത്രയോ മുകളിലാണ്. ഉടനെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആ അകക്കണ്ണ് തുറന്നു. ആദ്യമായി അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു, ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഞാനൊരു തുടക്കക്കാരനാകാൻ തയ്യാറാണ്, എല്ലാം ഞാൻ വിടുവാണ്. ഞാൻ നേടിയിട്ടുള്ള അറിവുകളും ഒന്നുമല്ല, അതെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, ഞാൻ എല്ലാം വിട്ടു. ഈ സമയത്ത് അതൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഉടനെ നാലാമത്തെ പൂട്ട് തുറന്നു. ഇനി ഒരു പൂട്ടും കൂടി ഉള്ളൂ, അത് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴയാൾ ആലോചിക്കുകയാണ്, ഇനി എന്താണ് എന്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നത്, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴയാൾക്ക് രണ്ട് കാരണങ്ങൾ വന്നു. ഒന്ന്, ഞാൻ ഇങ്ങനെ കീഴടങ്ങിയാൽ എന്റെ വിശ്വാസം പോവുമോ, എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ? പിന്നെ ഒന്ന്, എനിക്ക് കാരണം അറിയാത്ത ചില കാര്യങ്ങൾ എന്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്കൊന്നും അറിയാൻ പാടില്ല, എന്നാന്ന് പോലും അറിയില്ല, അതിനെക്കുറിച്ച് എപ്പോഴാണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല, എത്ര കാലങ്ങൾക്ക് മുമ്പാണ്, എത്ര തലമുറകൾക്ക് മുമ്പാണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതെയോ ഞാൻ ഇനി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നാണോ എന്ന് എനിക്കറിയില്ല, കാരണം എന്താണെന്ന് അറിയില്ല. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരാം. അപ്പോ അദ്ദേഹത്തിനോട് ആ ഇളം കാറ്റ് വീണ്ടും മന്ത്രിച്ചു, പ്രവാചകന്മാർ കീഴടങ്ങിയില്ലേ, പുണ്യവാന്മാർ കീഴടങ്ങിയില്ലേ, സന്യാസിമാർ കീഴടങ്ങിയില്ലേ, വിശുദ്ധന്മാർ കീഴടങ്ങിയില്ലേ. അദ്ദേഹത്തിന് കണ്ണീര് വരാൻ തുടങ്ങി. ഞാൻ പൂർണ്ണമായും കീഴടങ്ങുന്നു, എന്റെ വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, മറിച്ച് പൂർണ്ണമായും ആ വിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കീഴടങ്ങുകയാണ്. എന്റെ മനസ്സിൽ ഞാൻ പോലും അറിയാതെ, എനിക്ക് കാരണം പോലും അറിയാതെ ഞാൻ വച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ സൃഷ്ടാവിന്റെ മുമ്പിൽ അർപ്പിക്കുകയാണ്. എല്ലാം ഞാൻ വച്ച് കീഴടങ്ങി. അതാണ് സാർ. അല്ലാതെ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മുമ്പിലോ എന്തെങ്കിലും ഒരു ഭൗതികമായ ഒരു സാധനത്തിന്റെ മുന്നിലോ ഒരു മനുഷ്യന്റെ മുന്നിലോ ഒന്നുമല്ല നമ്മൾ സറണ്ടർ ചെയ്യുന്നത്. നമ്മൾ സറണ്ടർ ചെയ്യുന്നത് നമ്മളുടെ ആ പ്രകാശം, നിത്യതയാകുന്ന ആ ആത്മാവാകുന്ന അനശ്വരമായ, നാളെയും ജീവിക്കേണ്ട, കാലാകാലം മരണമില്ലാത്ത ആ പ്രകാശത്തിന് ആരാണോ സൃഷ്ടിച്ചത്, എവിടെ നിന്നാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ആ കണക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ എല്ലാം വയ്ക്കുകയാണ്. അവിടെ എല്ലാം നമ്മൾ അവിടെ വച്ചു കഴിഞ്ഞാൽ വിശാലമായ ഒരു നിശബ്ദത, അത്രയും ഡീപ്പായിട്ടുള്ള ഒരു നിശബ്ദത നമ്മുടെ മനസ്സിൽ നിറയും. നിങ്ങളുടെ യഥാർത്ഥ പേരറിയാവുന്ന ആ നിശബ്ദത, നിങ്ങളുടെ യഥാർത്ഥ പേര് അറിയാവുന്ന നിശബ്ദത, നിങ്ങളുടെ യഥാർത്ഥ പേര് ആ നിശബ്ദതയ്ക്ക് മാത്രമേ അറിയാവൂ. ഒരു അമ്മയുടെ ഒരു കോടി മടങ്ങ് സ്നേഹം വരുന്ന നിശബ്ദത. ഒരമ്മയുടെ അൺകണ്ടീഷണൽ ലവ് ഉള്ള, വളരെ സ്നേഹനിധിയായ ഒരു അമ്മയുടെ ഒരു കോടി സ്നേഹം. അപ്പൊ അതിന്റെ മുന്നിൽ വേറെ ആരെങ്കിലും സ്നേഹം നമ്മുടെ മുമ്പിൽ വല്ലതും ആണോ? ഒരു കോടി സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിശബ്ദത, ഒരു കാംനെസ്. നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്കുള്ള യാത്ര, അവിടെയാണ് തുടങ്ങുന്നത്. ഈ സറണ്ടറിലാണ് നിങ്ങൾ തുടങ്ങുന്നത്. നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക, ഓരോരുത്തരും കൃത്യമായി നിങ്ങളുടെ ഉള്ളിൽ പരിശോധിക്കുക. ഇതിൽ എന്തെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്, മാതാപിതാക്കള്, ബന്ധുക്കള്, ആരെങ്കിലും നിങ്ങൾ ചെയ്ത ഏതെങ്കിലും തെറ്റുകൊണ്ടുള്ള പശ്ചാത്താപം, തെറ്റുകൾ ചെയ്തു പോയതിന്റെ പശ്ചാത്താപം, ഇനി അതല്ല, നിങ്ങളെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചതിന്റെ ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം,
അല്ലെങ്കിൽ നിങ്ങൾ ഈ സറണ്ടർ ചെയ്യുമ്പോൾ ഞാൻ ആരെങ്കിലും മുമ്പ് കീഴടങ്ങുവാണോ എന്നുള്ള പേടി, ഇതല്ല ഞാൻ കുറെ പഠിച്ച ആളാണ്, ഞാൻ ഭയങ്കര അറിവുള്ള ആളാണ് എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഇതൊന്നുമില്ല. കാരണം ഒന്നും അറിയാത്ത തലമുറകളായി പിന്തുടർന്നു വരുന്ന ഒരുപാട് പേരുണ്ട്. വീട്ടില് ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അടുത്ത തലമുറയിൽ ആർക്കെങ്കിലും ഉണ്ടാവും, അടുത്ത തലമുറയിൽ ഉണ്ടാവും. ഇതെല്ലാത്തിനും കാരണം ഈ ഒരു ഹോൾഡിംഗ് ആണ്. ചിലർ തലമുറകളായി അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ നിങ്ങൾ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ, അതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയി. ജന്മജന്മാന്തരങ്ങളുടെ ശാപങ്ങൾ നിങ്ങളിലില്ല. അതെടുക്കാനാണ് ഞാൻ വന്നത്. അത് എടുത്തു കളയുകയാണ്. ഇനിയും വിടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നേക്ക്, വിട്ടേക്ക്. നിങ്ങൾ അതൊന്നും ചെയ്യൂല. നിങ്ങൾ വിട്ടുകള, പൂർണ്ണമായിട്ടും വിട്ടുകള. ഇവിടെ നിങ്ങൾ ബലമായിട്ടല്ല അവിടെ കീഴടങ്ങുവാണ്. ആ പൂട്ട് തുറക്കാൻ നിങ്ങൾ ബലമായിട്ട് ശക്തിയോടെ ചിറ്റിയെടുത്ത് അടിച്ചിട്ട് കല്ലെടുത്ത് അടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കീഴടങ്ങുക, സറണ്ടർ. പൂർണ്ണമായും മൃദുവായിട്ട്, പൂർണ്ണമായിട്ടും ശൂന്യമായി, നിങ്ങൾ പൂർണ്ണമായും മൃദുവായി, വളരെ മൃദുലമായി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എടുത്ത് ഒന്ന് പുറത്തേട്ട് വെച്ച് സറണ്ടർ ചെയ്യും. ഒന്ന് അവിടെ വെക്ക്. അലിഞ്ഞു പോട്ടെ അത്. ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു പോട്ടെ അത്. ഇല്ലാതെ ആയി പോട്ടെ. എത്ര പേർക്ക് ഇന്ന് ക്ലിയർ ആയി? എല്ലാം അലിഞ്ഞു പോട്ടെ. സീന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ എന്നിട്ട് നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോകാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു എന്ന് നമ്മുടെ മനസ്സിൽ കരുതി കഴിയുമ്പോ തന്നെ ക്ഷമയായി. ചോദിക്കണോ വേണ്ടോ എന്നുള്ളത് അടുത്ത കാര്യമാണ്. താങ്ക് യു. ഞാൻ ഇതിനെ വിശദീകരിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടാത്തത്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇനി ഒന്നും ഇല്ലെങ്കിൽ പോലും, ഞാൻ ഇവിടെ സറണ്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മന്ത്രിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അറിയാൻ പാടില്ലാത്ത ആ വികാരത്തെ എല്ലാത്തിനെയും ഞാൻ വിടുകയാണ്. എല്ലാം ഞാൻ വിടുകയാണ്. എല്ലാം ഞാൻ ഈ ആ യൂണിവേഴ്സിന് മുന്നിൽ, പ്രപഞ്ചത്തിന് മുന്നിൽ, സൃഷ്ടാവിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാം സമർപ്പിക്കുക. എല്ലാം ഓക്കെ. ഒന്നും നിങ്ങളെ ഹോൾഡ് ചെയ്യരുത്. ഒരു സാധനം നിങ്ങളുടെ പെരടിക്ക് പിടിക്കരുത്. ഒരു സാധനം നിങ്ങൾ പറക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ പെരടിക്ക് പിടിക്കാൻ പാടില്ല. നിങ്ങൾ പറക്കാൻ നിൽക്കുകയാണ്. നിങ്ങളുടെ സോൾ അത്ര പവർഫുൾ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ എന്തും കൊണ്ടുവരാൻ തരുന്ന, നിങ്ങൾക്ക് എത്ര ധൈര്യം വേണോ അത്രയും ധൈര്യം തരാൻ കഴിയുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അത്ര പവർഫുൾ ആണ് ഓരോ മനുഷ്യന്റെയും മനസ്സും ആത്മാവും. അത്ര പവർഫുൾ ആണ്. യു ക്യാൻ ഫീൽ ദാറ്റ്. നിങ്ങൾക്ക് അറിയാതെ, നിങ്ങൾക്ക് ആ രഹസ്യം അറിയാം. പക്ഷെ നിങ്ങളെ ചങ്ങലക്കിട്ടിരിക്കുക. ആ ചങ്ങല പൊട്ടിക്കുക എന്നുള്ളതാണ് സറണ്ടർ എന്ന് പറയും. ചങ്ങല പൊട്ടിച്ചാൽ നിങ്ങൾക്ക് പറക്കാൻ കഴിയും. എല്ലാം ഓരോ ദിവസവും അത്ഭുതകരമായിരിക്കും. മിറാക്കിൾസ് ഇൻ ലൈഫ് ഡെയിലി. ഓക്കെ, വളരെ വ്യക്തമായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്.